എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു വാർത്തയായിട്ടാണ്. തമിഴ്നാട്ടിലെ സ്കൂളുകളിൽ ബൈക്ക് ബെഞ്ചുകൾ ഒഴിവാക്കുന്നു. ഇനിയും തമിഴ്നാട്ടിലെ സ്കൂളുകളിൽ അർത്ഥവൃത്താകൃതിയിലുള്ള ക്ലാസ് റൂമുകളായിരിക്കും. എല്ലാവരും മുഖത്തോട് മുഖം നോക്കിയിരുന്ന് അധ്യാപകൻ നടുക്ക് നിന്ന് പഠിപ്പിക്കുന്ന ഒരു രീതിയിലാണ് ഇനിയും മുതൽ തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക. ഈ വാർത്ത കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് ഈ ബൈക്ക് ബെഞ്ചുകൾ എന്ന് പറയുന്നത് അത്ര മോശം ഒരു സംവിധാനമായിരുന്നു എന്നാണ്. ഞാനൊക്കെ ബൈക്ക് ബെഞ്ചിലും ഫ്രണ്ട് ബെഞ്ചിലും മിഡിൽ ബെഞ്ചിലും ഒക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തിലൊന്നും ഇങ്ങനെ ഒരു രീതിയോ ചിന്തയോ ആരുടെയും മനസ്സിലോട്ട് വന്നതായിട്ട് പോലും നമുക്കറിയത്തില്ല. കാരണം അധ്യാപകൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ബൈക്ക് ബെഞ്ചിലുള്ള ആളുകളെയാണ്, കുഞ്ഞുങ്ങളെയാണ്. അധ്യാപകൻ നേരെ നോക്കി നിന്നാണ് പഠിപ്പിക്കുന്നത്. ഈ നേരെ നോക്കി നിന്ന് പഠിപ്പിക്കുമ്പോൾ ബൈക്ക് ബെഞ്ചിലോട്ടാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പോകുന്നത്. അവിടെ നിന്നാണ് കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുകയും നല്ല രീതിയിൽ കലാവാസനകളോടെ കടന്നു വരികയും ചെയ്യുന്നത് ഈ ബൈക്ക് ബെഞ്ചിൽ നിന്ന് ഉള്ളവർ തന്നെയാണ്. അത് ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ അവകാശതാബോധം പേറുന്ന ഒരു തലമുറ ഉണ്ടായി വന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്നിരുന്നാലും ഇനി അതിന്റെ പേരിൽ കുഞ്ഞുങ്ങൾക്ക് അവകാശതാബോധം ഉണ്ടാകേണ്ട എന്ന കാരണത്താലായിരിക്കും തമിഴ്നാട് ഗവൺമെന്റ് ഈ ഒരു നിയമം കൊണ്ടുവന്നത്. നല്ല കാര്യം. എല്ലാവരും അർത്ഥവൃത്താകൃതിയിലിരുന്ന് നല്ല രീതിയിൽ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് പഠിക്കട്ടെ. അങ്ങനെ അവകാശതാബോധം ഉള്ള ആളുകൾക്ക് അത് ഇല്ലാതായി മാറട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ. നന്ദി, നമസ്കാരം.